ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവിന്റെ വചനത്തിലേക്ക് നമുക്ക് നീങ്ങാം. ദൈവാത്മാവ് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വാക്ക് ഒന്ന് വായിക്കാം. ന്യായാധിപരുടെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം മുതൽ നമുക്ക് വായിക്കാം. യോശുവയുടെ മരണശേഷം ഇസ്രായേൽ മക്കൾ ഞങ്ങളിൽ ആരാകുന്നു കനാനിയുടെ യുദ്ധം ചെയ്യുവാൻ ആദ്യം പുറപ്പെടേണ്ടത് എന്ന് യഹോവയോട് ചോദിച്ചു. യഹൂദ പുറപ്പെടട്ടെ, ഞാൻ ദേശം അവന്റെ കയ്യിൽ ഏൽപ്പിച്ചു. ആ പദം നമ്മൾ ഞാൻ പലപ്പോഴും നമ്മൾ പഠിച്ച വാക്കാണ്. എങ്കിലും ഒന്നുകൂടി ആവർത്തിക്കുന്നു. ഞാൻ ദേശം അവന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന വാക്ക് വളരെ ശക്തിയോടെ ആ വെളിപ്പാടിന് സ്തോത്രം കൊടുക്കാമോ? മാത്രം വളരെ ശക്തിയോടെ ഞാൻ ദേശം അവന് കൊടുത്തിരിക്കുന്നു എന്ന വാക്ക് പറയുമ്പോൾ യഹൂദയെ കുറിച്ചുള്ള ദൈവത്തിന്റെ അത്ഭുത പദ്ധതി എന്താണെന്ന് നമുക്ക് ആ വാക്കിനകത്ത് അറിയാം. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വെളിപ്പാടാണ് നാം ഈ ദിവസങ്ങളിൽ തുടങ്ങിയ കാര്യം. ഇവിടെ നമ്മൾ ഇന്ന് എസ്തറിന്റെ പുസ്തകമായിട്ട് കവർ ചെയ്താണ് രാവിലെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന മേഖല. അതിന് മുമ്പിൽ ഒരു ചെറിയൊരു ചിന്ത കൂടെ അതിനകത്ത് വന്നു കഴിഞ്ഞാൽ ഒരു സിസ്റ്റം കൂടി നമുക്ക് ആക്കാൻ പറ്റും. ഉൽപ്പത്തി പുസ്തകം അതിന്റെ 37-ാമത്തെ 26-ാമത്തെ വാക്യം. ഉൽപ്പത്തി 37:26 കൂടെ ഒന്ന് വായിച്ചാൽ. അപ്പോൾ യഹൂദ തന്റെ സഹോദരന്മാരോട്, നാം നമ്മുടെ സഹോദരനെ കൊന്ന് അവൻ രക്തം മറച്ചിട്ട് എന്തുപകാരം? നാം നമ്മുടെ സഹോദരനെ കൊന്ന് അവന്റെ രക്തം മറച്ചിട്ട് നമുക്ക് എന്ത് പ്രയോജനം? ഓർത്തോണം, ഞാൻ രാവിലെ വായിച്ച വാക്യം 49:9 അങ്ങനെ യഹൂദ ഒരു ബാലസിംഹം എന്ന പദമാണ്. ഏതിനും എന്തിനും തെറ്റിനും പ്രതികരിപ്പാൻ തക്കവണ്ണമുള്ള കരുത്തും ശക്തിയും പ്രാപിച്ച ഒരു വ്യക്തിയാണ് യഹൂദ. അതിനാണ് അവൻ ജ്യേഷ്ഠന്മാരുടെ മുമ്പിൽ കെട്ടിച്ചെന്ന് വാക്ക് പറഞ്ഞു, നമ്മുടെ സ്വന്തം ഉദരത്തിൽ വന്ന നമ്മുടെ സഹോദരൻ യോസേഫിനെ കൊന്നിട്ട് നമുക്ക് എന്ത് പ്രയോജനം? അവന്റെ രക്തം നമ്മൾ എന്തിനെ അതിന് കണക്കൊടുക്കേണ്ടി വരും. അവർ അത്രമാത്രം സഹോദര സ്നേഹത്തിന് വേണ്ടിയും സഹോദരന്റെ വിടുതലിന് വേണ്ടിയും കുടുംബ ഉത്ഥാനത്തിന് വേണ്ടിയും വളരെയധികം ഉത്സാഹിക്കുന്ന ഒരു നല്ല മനസ്സിന് ഉടമസ്ഥനായിരുന്നു യഹൂദ. സ്തോത്രം ചെയ്യണം. ഇനി ആ വാക്ക് ഒന്നുകൂടി ആവർത്തിക്കുമ്പോൾ നിങ്ങൾ ആ ഭാഗത്ത് എന്റെ കൂടെ ചേർന്ന് വരണം. വായിക്കാം. സ്തോത്രം 43-ന്റെ 8-ാമത്തെ വാക്യം കൂടി വായിച്ചപ്പോ അതും എനിക്ക് ഒരു 44:16 വായിച്ചു. അതിന് യഹൂദ, യജമാനോട് ഞങ്ങൾ എന്ത് പറയേണ്ടു? 43 43:8 വായിച്ചു. പിന്നെ യഹൂദ തന്റെ അപ്പനായ ഇസ്രായേലിനോട് പറഞ്ഞത്, ഞങ്ങളും നീയും ഞങ്ങളുടെ കുഞ്ഞുകുട്ടികളും മരിക്കാതെ ജീവിച്ചിരിക്കേണ്ടതിന്. ജീവിച്ചിരിക്കണം, അതാണ് വിഷയം. അവൻ തന്റെ മനോഭാവമാണ് വായിച്ചത്. ഒന്ന്, എന്റെ ജോസഫ് അവനെ കൊല്ലാൻ എനിക്ക് അത് കൂട്ടു നിൽക്കാൻ പറ്റില്ല. അതേ അവൻ യഹൂദ തന്റെ അപ്പനോട് പറയുന്നു, നമ്മൾ ഞാനും അപ്പനും നമ്മുടെ സഹോദരന്മാരും മരിക്കാതിരിക്കണം, അത് എന്റെ ആഗ്രഹമാണ് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം നമ്മൾ വിളിച്ചറിയിക്കുന്നത് യഹൂദയുടെ ശുദ്ധ ഹൃദയം, നല്ല മനസാക്ഷി, നിർവ്യാജ വിശ്വാസത്തിന്റെ സ്നേഹത്തിന് ഉടമസ്ഥനായിരുന്നു യഹൂദ. അതുകൊണ്ടാണ് ഈ വിശേഷമായ അവൻ മനസ്സുള്ളതുകൊണ്ടാണ് ദൈവം പറഞ്ഞത്, ഒരു ഭയവും വേണ്ട, യഹൂദ തന്നെ പുറപ്പെടണം. നാളെ അല്പം ഒരു വിശാലമായിട്ട് ആ വിഷയം പറയാം. യഹൂദ തന്നെ പുറപ്പെടണം. രാത്രി ഓർത്തോണം, ദൈവത്തിന് മുമ്പിൽ നല്ല മനസാക്ഷി, നല്ല മനോഭാവം ഉണ്ടെങ്കിൽ നമുക്കും ഒരു നല്ല ഫസ്റ്റ് പ്രയോറിറ്റി ദൈവം നമുക്ക് തന്നിരിക്കും. അത് കർത്താവ് വിശ്വസ്ത ഈ സഹോദരന്മാരുടെ വെച്ച്, കുടുംബക്കാരുടെ വെച്ച് നമുക്ക് ദൈവം ഒരു നേട്ടം തരുമെന്ന് ഈ വെളിപ്പാട് കൊണ്ട് ദൈവമക്കൾ പഠിക്കണം. കരമുയർത്തി സ്തോത്രം ചെയ്യാം. ഒരു പ്രാവശ്യം കൂടി കർത്താവിനെ സ്തോത്രം ചെയ്യാം. ഇനി നാം വായിക്കാം. എസ്തറിന്റെ പുസ്തകത്തിലേക്ക് വരാം. നമുക്ക് അവിടെയാണ് ഇന്ന് രാത്രി ചിന്തിക്കുകയാണ് വെളിപ്പാട്. എസ്തറിന്റെ പുസ്തകം 9-ാമത്തെ അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം. 16-ാമത്തെ വാക്യം. രാജാവിന്റെ സംസ്ഥാനങ്ങളിൽ ശേഷം യഹൂദന്മാർ ആദാർ മാസം 13-ാം തീയതി ഒന്നിച്ചു കൂടി തങ്ങളുടെ ജീവരക്ഷയ്ക്കായി
പൊരുത് ശത്രുക്കളുടെ കയ്യിൽ നിന്ന് ഒഴിഞ്ഞ് വിശ്രമം പ്രാപിച്ചു. ഞാൻ പറഞ്ഞ വാക്ക്, അപ്പനും ഞാനും സഹോദരന്മാരും മരിക്കാൻ പാടില്ല. ശത്രുവിന് മുമ്പാകെയോ ക്ഷാമത്തിലോ മരിക്കാൻ പാടില്ല. നിങ്ങൾ ജീവിച്ചിരിക്കണമെന്നാണ് ഒരു യഹൂദയായ എന്റെ ഹൃദയത്തിൽ ആഗ്രഹം. അതുകൊണ്ട് ആ നല്ല മനസാക്ഷി ഉള്ളത് കൊണ്ട് അവൻ യഹൂദയുടെ അതേ കുലത്തിൽ ജനിക്കപ്പെട്ട അവൻ യഹൂദ വംശക്കാർ അഹശ്വേരോശ് രാജാവിന്റെ ആ രാജ അവൻ സാധിക്കുമ്പോൾ ഇവരൊരു വാക്ക് പറയുന്നു, അവൻ ശത്രു നമ്മെ നശിപ്പിക്കാതിരിക്കത്തക്കവണ്ണം ആദാർ മാസം 13-ാം തീയതി അവൻ യഹൂദന്മാർ ഒന്നിച്ചു കൂടി. ഇത് നിങ്ങൾ നോട്ട് ചെയ്യണം, ബൈബിളിന്റെ ആ ഭാഗം നോട്ട് ചെയ്യണം. ഈ ആദാർ മാസം എന്ന് പറയുന്നത് നമ്മളുടെ ഫെബ്രുവരി മാർച്ച് മാസമാണ്. പറഞ്ഞാട്ടെ, എന്താണ് ആദാർ മാസം എന്ന് പറഞ്ഞാൽ യഹൂദ കലണ്ടർ മാസമാണ്. നമ്മുടെ കലണ്ടർ വരുമ്പോൾ ഫെബ്രുവരി. അപ്പൊ നമ്മൾ ഏത് മാസത്തിൽ വന്നിരിക്കുന്നു? ഈ ആദാർ മാസത്തിലായി ഉയർത്തിരിക്കുന്നു. കേട്ടോ അല്ലേ? നമ്മൾ വിടുതൽ ഒരു മാസമാണ് ഈ ആദാർ മാസം എന്ന് പറഞ്ഞാൽ. മലയാളം ഭാഷയിൽ പറഞ്ഞാൽ മകരം കുംഭം എന്നൊക്കെ പറയുന്ന സമയങ്ങളാണ് സ്വന്തം എന്ന് പറഞ്ഞാൽ ആ കാലവുമായിട്ടൊക്കെയുള്ള പൊരുത്തപ്പെട്ടു വരുന്ന ഒരു സമയത്താണ് ദൈവത്തിന്റെ വിടുതലിന് വേണ്ടി യഹൂദന്മാർ ഒന്നിച്ചു. എന്തിനാ ഒന്നിച്ചെന്നറിയാമോ? ആമേൻ. ശത്രുക്കൾ ഞങ്ങളെ ഇനി ഒരിക്കൽ പോലും തകർക്കാൻ പാടില്ല. ഇന്ന് രാത്രിയിൽ ഞാനൊരു വാക്കുകൂടി ആ ഭാഗത്ത് നമ്മൾ വിഷയമായി ചേർത്തുകൊണ്ട് ഞാൻ പറയുന്നു, യഹൂദ കുലത്തിന് മാത്രമേ ജനത്തെ സംരക്ഷിക്കാൻ പെർമിഷൻ കൊടുത്തിട്ടുള്ളൂ. യഹൂദ ജനങ്ങൾ കുടുംബങ്ങളെ സംരക്ഷിച്ചിട്ടുണ്ട്. യഹൂദ ജനങ്ങൾ അവരുടെ കുടുംബക്കാരെ സംരക്ഷിച്ചിട്ടുണ്ട്. യഹൂദ ജനങ്ങൾ പല പിതാക്കന്മാരെ സംരക്ഷിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ യുദ്ധം ചെയ്യാൻ സാധിച്ച് അത് യുദ്ധം ചെയ്യാൻ പോരാടാൻ അവൻ തക്കവണ്ണം അധികാരം കൊടുത്തത് യഹൂദയ്ക്ക്. ബാലസിംഹമാണ്, ശൗര്യസിംഹമാണ്. അതുകൊണ്ട് സിംഹത്തിന് ഗർജനത്തോടെ അവൻ നിൽക്കാത്തക്ക ദൈവാത്മാവ് പെർമിഷൻ കൊടുത്ത ഒറ്റ ഗ്രൂപ്പിലാണ് യഹൂദ ഗ്രൂപ്പിലാണ്. നമ്മൾ ചാടി എന്നിട്ട് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ദുഷ്ട പിശാചെ എന്തിനെ ശാസിക്കുന്നു പറഞ്ഞു നോക്കി. പിശാച് രാജ്യം വിട്ടു പോകും. അശോച വീട്ടിൽ പോയിട്ട് പറഞ്ഞു, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾ പറ. മെഡിസിൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിശാച് ഇവിടെ വിട്ടു പോ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അവന്റെ ബാലസിംഹത്തിന് ശൗര്യം നമ്മൾ കാണിച്ചപ്പോൾ ശത്രു ഓടിപ്പോയി. അത് വെച്ചിരിക്കുന്നത് യഹൂദ കുലത്തിലാണ് വെച്ചിരിക്കുന്നത്. അതോ നമ്മൾ രാവിലെ വായിച്ച് പാലസേരസ് പറഞ്ഞ വാക്കാണ്, അവൻ യഹൂദ വംശജനാണെങ്കിൽ നീ അവനെ ജയിക്കയില്ല, അവന് മുമ്പിൽ തോറ്റു പോകത്തേയുള്ളൂ. ഇന്ന് രാത്രി ഞാൻ പ്രവചിച്ചൊരു കാര്യം പറയാൻ പറ്റുന്ന കൂട്ടുപിടിച്ചുകൊണ്ട് നമ്മൾ ജയിക്കാൻ വിളിച്ചവരാണ്, തോൽക്കാൻ വിളിച്ചവരല്ല. നമ്മുടെ അന്യഭാഷ അത് ജയിക്കാൻ അന്യഭാഷയാണ്, തോൽക്കാൻ അന്യഭാഷയല്ല. ഉപവാസ പ്രാർത്ഥന അത് തോൽക്കേണ്ട ഉപവാസ പ്രാർത്ഥനയല്ല, അത് ജയിക്കേണ്ട ഉപവാസ പ്രാർത്ഥനയാണ്. നാം യഹൂദന്റെ രക്തത്തിൽ ജനിക്കപ്പെട്ട സാക്ഷാൽ ക്രിസ്തുവിന്റെ രക്തത്താൽ അത് ജനിക്ക വ്യക്തിയായതുകൊണ്ട് അത് ദൈവം നമുക്ക് പോരാടാൻ സാത്താനെ തോൽപ്പിക്കാനുള്ള അധികാരം നൽകിയിട്ടുള്ളതുകൊണ്ട് അതെന്നാ തോൽപ്പിച്ചിരിക്കും. സ്തോത്രം പറയണം. ഇനി ആ ഭാഗമൊന്ന് ഞാൻ തിരിച്ചു വരികയാണ്, റിവേഴ്സ് വരികയാണ്. 9-ന്റെ 2-ാമത്തെ വാക്യം. പെട്ടെന്ന് ഞാൻ അവിടെ വാക്ക് പറഞ്ഞിട്ട് എനിക്ക് ടോപ്പിലിട്ട് ദൂതുക്കിടത്ത് വായിച്ചു. 9 വായിച്ചു. അഹശ്വേരോശ് രാജാവിന്റെ സകല സംസ്ഥാനങ്ങളിലും യഹൂദന്മാർ തങ്ങളുടെ പട്ടണങ്ങൾ തങ്ങളോട് ദോഷം ചെയ്യുവാൻ ഭാവിച്ചവരെ കയ്യേറ്റം ചെയ്യേണ്ടത് ഒന്നിച്ചുകൂടി. അവരെയുള്ള പേടി സകല ജാതികളുടെ മേൽ വീണിരുന്നത് കൊണ്ട് ആർക്കും അവരോട് എതിർത്ത് നിൽപ്പാൻ കഴിഞ്ഞില്ല. പറയാമോ? ഇതൊന്നും നമ്മൾ എടുക്കണം. നമ്മെ എതിർക്കുന്ന ഒരിക്കലും എതിർപ്പുണ്ടായിരുന്നു. അന്ന് ഇവന്മാരെല്ലാം യഹൂദന്മാരെ ടാർഗറ്റ് ചെയ്ത് കൊന്നു വിളിച്ചു. പക്ഷെ അധികാരത്തിന് ശക്തി യഹൂദിന്റെ കയ്യിലോട്ട് വന്നപ്പോൾ യഹൂദിനെ കുറിച്ചുള്ള പേടി ആ രാജ്യത്തിലെ സകല വ്യക്തിക്ക് വന്നു. ഇത് രാത്രി ആത്മൽ പ്രാർത്ഥിക്കുന്ന, ആരാധിക്കുന്ന, ഉപവസിക്കുന്ന മാതാപിതാക്കൾ പരിശുദ്ധൻ പറയുന്നു, പ്രാർത്ഥിക്കുന്നവരെ കുറിച്ചുള്ള ഭയം
കുറിച്ചുള്ള ഭയത്തെ ദൈവം അയക്കുക. Praise the Lord. Praise the Lord. Praise the Lord. കർത്താവിന്റെ വചനം പറയുന്നു, സാത്താനോട് എതിർത്ത് നിൽപ്പിൻ, എന്നാൽ അവൻ നമ്മെ വിട്ട് ഓടിപ്പോകുമെന്ന വാക്ക്. സാത്താൻ എതിർക്കാത്ത കാലം അത്രയും അവൻ നമ്മെ ഓടിച്ച് പമ്പ് കളിപ്പിക്കും. അതുകൊണ്ട് ഇന്ന് രാത്രി ഓർത്തോണം, ഞാനൊരു യഹൂദ വംശജനാണെന്ന്, യേശു ക്രിസ്തു രക്തത്താൽ വീണ്ടെടുക്കുന്ന വ്യക്തിയാണെന്ന് എനിക്ക് ഉറപ്പ് വന്നാൽ എന്നെ കുറിച്ചൊരു ഭയം എന്നെ കുറിച്ച് ഭയം വീട്ടിലുള്ളവർക്കും നാട്ടിലുള്ളവർക്കും ദേശത്തുള്ളവർക്കും എന്നെ കുറിച്ച് അറിയാവുന്നവർക്കും വീടിരിക്കും. അല്ലാതെ എലിയെ പോലെ ഓടിക്കളയും, എന്ന് ഷൂട്ട് ചെയ്യണം, എന്ന് പോരാടണം. സ്വത്രം. അതാണ് ആ വാക്ക് വന്നിരിക്കുന്നത്. അവരെ കുറിച്ചുള്ള പേടി സകല ജാതികളെ വീണ്ടുകൊണ്ട് ആർക്കും യഹൂദന്മാരോട് എതിർത്ത്. അപ്പോൾ ഞാനൊരു വെളിപ്പാടോട് പറഞ്ഞിട്ട് അടുത്ത വിളിക്കുക, ഞാൻ എന്നിൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ അഭിഷേകം അവൻ ശക്തമായതുകൊണ്ട് എന്നെ കുറിച്ച് പേടി പീഡിക്കുന്നതുകൊണ്ട് ഇന്നു മുതൽ, ആ വാക്ക് അങ്ങനെ തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഇന്നു മുതൽ അവൻ എന്നെ കുറിച്ചുള്ളൊരു ഭയം അവൻ എന്നോട് എതിർക്കുന്നവരോട് ദൈവം ഇട്ട് കഴിയുമ്പോൾ അവൻ ഇനി ചൊറിയാൻ പറ്റത്തില്ല. ഇനി ചൊറിയാൻ പറ്റത്തില്ല, ഇനി അവിടെ പോരാടാൻ പറ്റത്തില്ല. പണി കിട്ടുമെന്ന് അവർക്ക് നന്നായിട്ട് ബോധ്യപ്പെടും. സ്തോത്രം. ഓക്കെ, ആ ഭാഗം ഞാൻ നിൽക്കുന്നു. ഞാൻ നാളെ വേറൊരു വിഷയം ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അല്പം അപ്പോഴത്തോളം നാം നിൽക്കുന്നത് ഈ മാർച്ച് മാസമാണ്. ആധാർ മാസം 13-ാം തീയതിയാണ്, അല്ലെ? അവർ ഒന്നിച്ചു പോയി. അപ്പോൾ നമ്മൾ നിൽക്കുന്ന ഏത് മാസമാണ്? അപ്പോൾ മാർച്ച് മാസം. ഈ മാർച്ച് മാസം നമുക്ക് എന്തുണ്ട്? ഒരു വിജയമുണ്ട്. ആർക്കാ? യഹൂദന് വിടുതലുണ്ട്. അപ്പൊ ഇന്ന് രാത്രി പറയാ, ഈ 27-ാം തീയതിയല്ലേ ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ ഇന്ന് രാത്രി ദൂതരുത്തല്ലോ. അപ്പോൾ എന്നെ കുറിച്ച് ഭീതി വീണാൽ ഇതൊരു ആധാർ മാസം, മാർച്ച് മാസം എന്റെ വിടുതൽ ദിവസമാണ്. കരമുയർത്തി നന്ദിയോടെ സ്തോത്രം ചെയ്യാമോ? എന്റെ ദിവസമാണ്. ഞാൻ പരാജയപ്പെടത്തില്ല, ഞാൻ ജയിച്ചു നിറത്തുള്ളൂ. അത് കർത്താവ് എനിക്കത് വിശ്വസ്തയാണ്. വായിക്കാം. എന്റെ മെസ്സേജിന്റെ അടുത്തൊരു ഭാഗത്തു കൂടി ഞാൻ നീങ്ങുവാൻ ആഗ്രഹിക്കുന്നു. 9-ാം അധ്യായത്തിൽ 22-ാമത്തെ വാക്യം വായിച്ചിട്ട് നമുക്ക് 10-ാം അധ്യായത്തിലേക്ക് പോകണം. അവിടെയാണ് നമുക്ക് ആദ്യം ആഴ്ത്തെടുക്കുന്ന വാക്ക് വായിച്ചു. സകല സംസ്ഥാനങ്ങളിലും സമീപത്തും ദൂരത്തുമുള്ള സകല യഹൂദന്മാർക്കും ചട്ടമാക്കേണ്ടതിനും മൊർദെഖായി ഈ കാര്യങ്ങൾ എഴുതി. ഒരു ചോദ്യമുണ്ട്, എഴുതാൻ അറിയാമോ ഇല്ലയോ എന്ന കാര്യം അറിയത്തില്ല, പക്ഷെ എഴുതി. രാജാവിന്റെ പടിവാതിൽക്കലിരിക്കുന്ന മൊർദെഖായി പൊന്തിയച്ച. അപ്പൊ ഞാൻ വായിച്ച ദൂതനാണ് പറയുന്നത്. യഹൂദ ഒരു വാക്ക് പറഞ്ഞു, ഞാനും അപ്പനും സഹോദരന്മാരും ജീവിച്ചിരിക്കണം, മരിക്കാൻ പാടില്ല. അതേ യഹൂദന്റെ അതേ ആശയം തന്നെയാണ് ഇവിടെ ജെയ്സി ഇപ്പോൾ വായിച്ച വാക്യം. ഒന്ന് വായിച്ചേ. അഹശ്വേരോഷ് രാജാവിന്റെ സകല സംസ്ഥാനങ്ങളിലും സമീപത്തും ദൂരത്തുമുള്ള സകല യഹൂദന്മാർക്കും ചട്ടമാക്കേണ്ടതിനും മൊർദെഖായി ഈ കാര്യങ്ങൾ എഴുതി. എല്ലാം എഴുതി. അപ്പോൾ ഇവിടുത്തെ ഇപ്പോഴത്തെ നേതാവാരായി വന്നു? യഹൂദന്മാരുടെ നേതാവ് മൊർദെഖായി എന്ന് പറഞ്ഞാൽ ഒരു രക്ഷകർത്താവ്, ഒരു നാഥൻ. നമുക്കറിയാം, ആശ്രത്ത് പനേകന്റെ വാക്ക് പഠിച്ചില്ലേ? സാബ്രത്ത് പനേകൻ എന്ന വാക്കിന്റെ അർത്ഥം ലോകരക്ഷിതാവ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു പദവിയിലേക്ക് ദൈവം ജോസഫിനെ കൊണ്ടുവന്നത് പോലെയല്ലേ ഇവിടെയും രക്ഷകനായിട്ട് ദൈവത്തിന്റെ ആത്മാവ് മൊർദെഖായി എന്ന യഹൂദനെ എഴുന്നേൽപ്പിച്ചത്? ഇന്ന് രാത്രി നമുക്ക് പറയാം, അമ്മാമേ സഹോദരങ്ങളെ ദൂരെക്കണം, എന്നെയും നിങ്ങളെയും രക്ഷിതാവായിട്ട് ആണ് കർത്താവ് കണ്ടത്. നമ്മുടെ പോരാട്ടമാണ് കുടുംബത്തിന്റെ രക്ഷ, നമ്മുടെ പോരാട്ടമാണ് സഭ രക്ഷ, നമ്മുടെ പോരാട്ടമാണ് ദേശരക്ഷ, അങ്ങനെ നമ്മുടെ പോരാട്ടമാണ് അനേക കുടുംബ രക്ഷ. അങ്ങനെയെങ്കിൽ നാം പോരാടുമ്പോൾ തന്നെ അനേകർ വിടുവിക്കപ്പെടണം. അപ്പൊ ഇവിടെ മൊർദെഖായിരുന്ന് 123 സംസ്ഥാനത്തിലുള്ള യഹൂദന്മാർക്ക് വേണ്ടി എന്തെഴുതുന്നു? അവൻ കാര്യത്തിന്റെ കാര്യം കാണാൻ എന്തെഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ അച്ഛാണ്ട് ഇപ്പൊ ഡ്യൂട്ടി, നേരത്തെ ഡ്യൂട്ടി, ഇരിപ്പ് ഡ്യൂട്ടി, ഇപ്പോഴത്തെ ഡ്യൂട്ടി. ഇപ്പൊ പുള്ളിക്ക് എഴുതി
നേതാവായില്ലേ? നേരത്തെ പിച്ചക്കാരനെ പോലും വെച്ച് ഇപ്പൊ നേതാവായി. ഇപ്പൊ പുള്ളിക്ക് എന്താ ഉത്തരവാദിത്വം? ഇന്ന സംസ്ഥാനം 123 സംസ്ഥാനത്തുള്ള ജനത്തിന് വേണ്ടി ഒരു വിടുതൽ സന്ദേശം, ഒരു മുന്നറിയിപ്പ് ഇടുന്ന ഭയങ്കര തിരക്കിലാണ്. ഞാൻ എന്നോട് പറയാം, പണ്ട് ചൊറിയും കൊത്തിരുന്നവൻ ഇപ്പോൾ സ്വസ്ഥതയില്ല, ഇരിക്കാൻ ഭയങ്കര ബിസി ലൈഫായി. ഞാനൊരു കാര്യം പറയട്ടെ, എന്നും നമുക്ക് ഇരുത്തത് കേട്ടോ. സാമ്പറ എന്നും ഭയങ്കര തിരക്ക് വരും, ഭയങ്കര സഞ്ചാരമായിരിക്കും. സ്വതന്ത്രം. ഇപ്പൊ നമുക്കറിയാം ഇലക്ഷൻ സമയമാണ്. ഓരോ പാർട്ടിക്കാര് ഇല്ലാത്ത ഹാരമൊക്കെ എന്ത് കഴിഞ്ഞാൽ ഇട്ടുടക്കാണ്. ഹാരമൊക്കെ ഇട്ട് കഴുത്തിനാണ് മൊത്തം ഹാരത്തിനകത്താണ്. ഞാൻ കൊണ്ടുകൊടുക്കേണ്ട സ്വതന്ത്രം. ഹാരം ഇട്ടുമ്പോ സ്വതന്ത്രം. ഇപ്പൊ കണ്ണു മാത്രമാണ്, ബാക്കി മൊത്തം ഹാരത്തിന്റെ ഹാരമാണ് സ്വന്തം. ഞാൻ പറയട്ടെ, മോർദെഖായി ഇപ്പൊ 100 സംസ്ഥാനത്ത് പോയ പുള്ളിക്ക് മൊത്തം ഹാരത്തിന്റെ കാര്യം. കൊല്ലാൻ നിന്നവൻ, ചാകാൻ നിന്നവൻ ഇപ്പോ രക്ഷപ്പെടുത്തി. തോണം മോർദെഖായി എന്ന യഹൂദനില്ലായിരുന്നുവെങ്കിൽ എല്ലാ യഹൂദന്മാരെ കൊല്ലേണ്ട പരിപാടിയാണ് ഹാമ തയ്യാറാക്കിയത്. ഞാനൊരു പ്രവചനം പറയാം. നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഒരു വ്യക്തിയെങ്കിലും കൊന്നു കളയുമെന്ന്, നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഒരു അപ്പനെയോ അമ്മയോ ഒരു സഹോദരനെ കൊന്നു കളയുമെന്ന് എത്രയോ പ്രാവശ്യം പിശാച് ആശുദ്ധ ചെയ്തിട്ട് അതിനകത്ത് പിശാചിന് കൊല്ലാൻ പറ്റാത്ത അവസ്ഥ എന്തായിരുന്നു? ഒരു രക്ഷകനുള്ളത് കൊണ്ടല്ലേ, ഒരു പോരാടാൻ തക്കവണ്ണമുള്ള ഒരു വ്യക്തിയുള്ളത് കൊണ്ടല്ലേ, അത് യേശു എന്ന മഹാദൈവ. കരമടിച്ച ആത്മാവ് പറഞ്ഞോ, കൂട്ടം കരച്ചിലും കൂട്ടം അപകടങ്ങളും കൂട്ടം മരുന്നുകളും അവൻ കൂട്ടം അനക്കം നടത്തുന്ന സ്ഥാനത്ത് ഒരു മോർദെഖായി എന്ന ഓതിലെ ഭൂതത്തെ അവൻ പോരാട്ടത്തിൽ വീര്യം കൊണ്ട് അത് യഹൂദന്മാർ രക്ഷയുണ്ടായെങ്കിൽ അതേപോലെ പ്രാർത്ഥിക്കുന്ന മാതാവെ, ഉപവസിക്കുന്ന മാതാപിതാക്കളെ പരിശുദ്ധാത്മാവ് പറയുന്നു, അവൻ നിങ്ങളുടെ പ്രാർത്ഥന ഉപവാസമാണ്. അവൻ കൂടാരത്തിനകത്ത് അവൻ മാരണം വരാത്ത കാര്യം, കൂടാരത്ത് അവൻ നഷ്ടപ്പെടാത്ത കാര്യം, അവൻ പോരാടുന്ന പ്രാർത്ഥിക്കുന്ന അവൻ ദൈവമക്കൾ ഉള്ളതുകൊണ്ടാണ് അവിടെ മാരണം വരാത്ത കാര്യം. ഞാൻ പരിശുദ്ധാൽ പറയാം, ഈ 10 അധ്യായം വായിക്കുമ്പോൾ അതിന്റെ 10 അധ്യായ കൺക്ലൂഷൻ നമുക്ക് വായിച്ചാൽ അവിടെ only one മോർദെഖായി, അവിടെ എല്ലാത്തിനും കാരണക്കാരൻ മോർദെഖായി ആയിരുന്നു. ഒരു പിച്ചക്കാരനെ പോലെ പടിവാതിൽ ഇരിക്കുമ്പോഴും ജാഗരിക്കുകയാണ്. അതുകൊണ്ടാണ് പുള്ളിക്ക് കയ്പ് വന്നപ്പോൾ ഒരു കാര്യം പറഞ്ഞു. എസ്തറിനോട് വാക്ക് പറഞ്ഞു. എന്തോ പറഞ്ഞു എസ്തറിനോട് വാക്ക് പറഞ്ഞല്ലോ. കയ്പ് വന്ന പുള്ളിക്ക് വല്ലാത്തൊരു അസ്വസ്ഥ വന്നപ്പോ നിന്നെ വലിച്ചു കയറ്റി വിട്ടത് പൊറോട്ട ഇറച്ചി ചിക്കനും മട്ടനും അടിച്ചുകൊണ്ട് ഇവിടെ നിന്ന് ഉലാവാൻ കഴിയല്ല. പിന്നെ പറ പിന്നെ നിന്നെ ഇത്രയും ബന്ധപ്പെടുത്തി പറ എന്ത് പറഞ്ഞു? കുഞ്ഞെ, നീ സമയത്ത് മിണ്ടാതിരുന്നാൽ ദൈവത്തിന്റെ പദ്ധതി ജയിക്കും, പക്ഷെ നിന്റെ ഗ്രഹത്തിൽ നാശമായിരിക്കും. മനസ്സിലാകുന്നുണ്ടോ? ഹാമാൻ മനസ്സിൽ പ്ലാൻ ചെയ്തപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് മോർദെഖായിക്ക് പണ്ടേ വെളിപ്പെടുത്തി കൊടുത്തു. അതിനെ ഞാൻ ആത്മാവിൽ പറഞ്ഞാൽ വിവേചനം ആർക്കുണ്ടായിരുന്നു? മോർദെഖായി ഉണ്ടായിരുന്നു. മോർദെഖായി വിവേചിച്ചു. ഓരോരുത്തരുടെ ഭാവം വിവേചിച്ചു. ഈ ഹാമാന്റെ ഭാവം വിവേചിച്ചു. അവന് മുഖം മാറിയപ്പോ തന്നെ ഞങ്ങളെ കൊല്ലേണ്ട മുഖമെന്ന് ആത്മാവ് കാണിച്ചില്ല. അന്ന് മുതൽ ഒരു ദിവസം പോലും മുടങ്ങാതെ വിടുതൽ നടക്കേണ്ട, കൽപ്പന പുറപ്പെടേണ്ട രാജാവിന്റെ കൊട്ടാരത്തിന്റെ പടിവാതിൽ കിടന്ന് നാവ് തുറക്കാൻ ആകം കൊണ്ട് ജാഗരിച്ച് ഞങ്ങളായ യഹൂദ ജനത്തിന് വിടുതൽ വരണമെന്ന് പറഞ്ഞുകൊണ്ട് അവൻ പണ്ട് മുതലേ ജാഗരിച്ചു. ഇന്ന് രാത്രിയിൽ ദീർഘ
വർഷങ്ങളായി പ്രാർത്ഥിക്കുന്ന ചില പ്രാർത്ഥനയ്ക്ക്, ചില സ്വപ്നത്തിന് ഈ മാസം മാർച്ച് മാസം ഒരു മറുപടി വരുമെന്ന് ഞാൻ പറഞ്ഞാൽ അത് ഒരു പൊട്ടനെ പോലെയോ ഒരു പൊട്ടിയെ പോലെയോ ആ ദൂരെ ശിവരിക്കാൻ നിയോഗമുണ്ടെങ്കിൽ കരത്തട്ടി കരമറിച്ച് ആത്മാവേ ദൈവം കുറെ നാളുകളായി അവയെ പ്രാർത്ഥിക്കുന്ന ദീർഘവർഷങ്ങളായി അവയെ പ്രാർത്ഥിക്കുന്ന അവൻ ദീർഘവർഷങ്ങളായി ജാഗരിക്കുന്ന അവൻ ദീർഘവർഷങ്ങളായി ഉപവസിക്കുന്ന അവൻ ദീർഘവർഷങ്ങളെ സ്വപ്നങ്ങൾ നടക്കുന്ന അതിലോകത്തിന്റെ മറുപടി ഈ ആധാർഭാഷ അവ ദൈവാത്മാവ് അവയെ ഓർമ്മയ്ക്ക് ഓർമ്മയ്ക്ക് വേണ്ടി അവയെ കൽപ്പിച്ചതുപോലെ പിതാവിന്റെ പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ ദൂത് പ്രകാശിക്കട്ടെ കർത്താവേ. ഈ ദൂത് പ്രകാശിക്കട്ടെ, ഈ ദൂത് വിടുതലായി വരട്ടെ. ദീർഘനാളുകളായി പടിവാതിക്കൽ കരഞ്ഞ് പ്രാർത്ഥിച്ചു ഉപവസിച്ച് ആ വീഴുന്ന മനുഷ്യന് വേണ്ടി ഏതെങ്കിലും അവസാന ഘട്ടത്തിൽ അത്ഭുതം വന്നല്ലോ. എവിടെ നിന്നാണ് ഉത്തരം വരേണ്ടത്? അവിടെ തന്നെ ഉത്തരം പുറപ്പെടുവിക്കാൻ എന്റെ ദൈവത്തിന് പ്രസാദമായെങ്കിൽ അത് എന്റെ പ്രാർത്ഥനയ്ക്ക് ഒരു മറുപടിയായി. ഇപ്പൊ എഴുത്തോടെ എഴുത്ത് നമുക്കൊരു പാടാനൊരു പാട്ട്. ആദിയെങ്കിൽ കൈപ്പാകിലും അന്ത്യമോ മധുരമാത്രേ. ആദിയെങ്കിൽ കൈപ്പാകിലും അന്ത്യമോ മധുരം. അപ്പോൾ മൊർദെഖായുടെ ആരംഭം എന്തായിരുന്നു? കൈപ്പായിരുന്നു. ഇപ്പൊ പറഞ്ഞ ആരംഭത്തെക്കാൾ അതിന്റെ അവസാനം ഏറ്റവും മനോഹരമാക്കി ദൈവത്തോട് ഓർത്തോണം. ഒരു കാര്യം ഞാൻ പറയാം. ഇപ്പോൾ ആരില്ല? ഹാമാൻ ഇല്ല. ഹാമാന് കൂടെ കൂട്ടുന്നവരാരില്ല? ഓർത്തോണം. കൊല്ലാമെന്ന, നശിപ്പിക്കാൻ വന്ന, കുരുക്കൊപ്പിച്ച, കെണി ഒരുക്കിയ, സൂത്രത്തോടെ ഇടപെട്ട മൊർദെഖായിക്ക് വിരുദ്ധമാകുന്ന ഹാമാൻ ഇപ്പോൾ ഈ പ്രസംഗിക്കുമ്പോൾ, ഈ വാക്ക് പറയുമ്പോൾ അവൻ ഭൂമിയിലില്ല. ഇപ്പോൾ മൊർദെഖായുടെ ചാൻസ് ആണ്. ഇപ്പോൾ മൊർദെഖായുടെ അവസരമാണ്. ഞാൻ ആത്മാ പറയാ, ഹാമാന്റെ സംഭാഷണം മാറും. മൊർദെഖായുടെ സംഭാഷണം വരുന്നുണ്ട്. ഹാമാന്റെ സമയം മാറും. മൊർദെഖായുടെ യഹൂദന്റെ സമയം വരികയാണ്. പ്രാർത്ഥിക്കാത്ത യുഗം മാറുന്നുണ്ട്. പ്രാർത്ഥിക്കുന്ന യുഗമാണ് അടുത്ത് കയറി വരുന്ന സ്വന്തം. കരമുയർത്തി കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഇപ്പോൾ അച്ചായൻ എഴുതുകയാണ് 123 സംസ്ഥാനങ്ങളുടെ യഹൂദന്മാരുടെ വിടുതലിനെ 127 സംസ്ഥാന യഹൂദന്മാർക്ക് വേണ്ടി എഴുതുകയാണ്. ഇങ്ങനെ എഴുത്തോടെ എഴുതി അവൻ തനിക്ക് ഇപ്പോ ഭയങ്കര ബിസിയാണ്. ആദിയിൽ ചൊറിയും കുത്തിയും അന്യഭാഷ പറയുന്ന വ്യക്തി ഇപ്പോൾ തിരക്കോടെ. ഞാൻ ഓർത്തോണം, ആർക്കും അറിയത്തില്ലായിരുന്നു അന്ന്. ഇന്ന് മൊർദെഖായി എല്ലാവർക്കും അറിയാം കേട്ടോ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. വിശ്വസ്തയോടെ പ്രാർത്ഥിച്ചും വിശ്വസ്തയോടെ ഉപവസിച്ചും ആരും അറിയ രഹസ്യമായ ദൈവത്തിന് കരഞ്ഞ ദൈവമക്കളെ കരച്ചിലെ ദൈവം ഒരിക്കൽ പോലും മറക്കില്ല. ഓരോ തുള്ളി കണ്ണുനീരും അവന്റെ തുരുത്തിക്കൽ ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പരിശുദ്ധാൻ പറയാം, ഇതാ എഴുത്താണ് കേട്ടോ. ബിസി ലൈഫാണ്. അത് ഓർത്തോ, ഇത് കുറിച്ച് വെച്ച് പറയണം. കർത്താവേ, ഞാൻ ആരുമല്ലാതായിരുന്നു, പക്ഷെ ഇന്ന് എന്റെ ഒപ്പിൽ എന്തുണ്ട്? എന്റെ ഒപ്പിന് വിലയുണ്ട്. എന്റെ ഒപ്പിന് വിലയുണ്ട്. എനിക്ക് യശാപ്രഭാത പുസ്തകത്തിലേക്ക് പോകണമെന്നുണ്ട്. പറ്റുമെങ്കിൽ നമുക്ക് പോകാം. നമ്മുടെ ഒപ്പിന് വിലയുണ്ട്. നമ്മുടെ കൈ എഴുത്തിന് വിലയുണ്ട്. പണ്ട് ആർക്കും ഒരു ഷേക്കിന് പോലും തരാൻ താല്പര്യമില്ല. അങ്ങനെയുള്ള ഇപ്പൊ കെട്ടിപ്പിടിച്ച് പറയുന്നു, മൊർദെഖായി അങ്ങില്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾ എന്തെയും കൊന്നു വിളിച്ച് ശവമാക്കി മാറ്റിയാണ്. രാത്രി തന്നെ പരിശുദ്ധൻ പറയാം, സഹോദര സ്നേഹമുള്ളവർക്ക് മാത്രം ഇതൊക്കെ സംഭവിക്കൂ. നിങ്ങൾ പറ, ഈ നമ്മുടെ പ്രാർത്ഥന തുടങ്ങിയ ആ സമയം മുതൽ ആർക്കെങ്കിലും പ്രാർത്ഥിക്കാതെ വിട്ടുപോയിട്ടുണ്ടോ? ഒരു വ്യക്തിക്ക് എന്തെങ്കിലും മാനസിക പ്രശ്നം വന്നാൽ
അത് വിടുതൽ പ്രാപിക്കുന്നത് വരെ രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസങ്ങൾ പ്രാർത്ഥിക്കുക മാത്രമല്ല, വിളിച്ചന്വേഷിക്കുന്നു. എന്തായി ആ കാര്യം, എവിടെ എത്തി, ഇപ്പോഴെന്താ ഇത്തരപ്പെട്ട അവസ്ഥ പറ, അപ്ഡേഷൻ പറ എന്നൊക്കെ ചോദിച്ച് പ്രാർത്ഥിച്ച് നമുക്ക് കൈത്താങ്ങ് ചെയ്യുന്ന ആ നല്ല മനസ്സുള്ളവർക്ക് പറ്റൂ. ആ നല്ല മനസ്സായിരുന്നു ഇവിടെ യഹൂദയ്ക്കുണ്ടായിരുന്ന ആ നല്ല മനസ്സാണ്. യഹൂദ കുലത്തുള്ള മോർദെഖായി ഉണ്ടായിരുന്ന ആ മനസ്സാണ് നമ്മൾ വാഴ്ത്തപ്പെടുന്ന കർത്താവിന്റെ മനസ്സ്. ഹല്ലേലൂയ. ഓക്കെ, ഇനി നമ്മൾ ആ ദൂതന്റെ അടുത്ത ഘട്ടത്തിലേക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്ന സ്തോത്രം വായിക്കാമോ? ഈ വാക്യത്തിന്റെ 10-ാം അധ്യായത്തിന്റെ സ്തോത്രം 10-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യമാണ് ഞാൻ അടിസ്ഥാനമായി ആ ഭാഗത്ത് ബേസ് ചെയ്ത് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്ന വാക്ക് വായിച്ചു. യഹൂദനായ മൊർദെഖായി അഹശ്വേരോശ് രാജാവിന് രണ്ടാമനും യഹൂദന്മാരിൽ വെച്ച് മഹാനും സഹോദര സംഘത്തിന് ഇഷ്ടനും സ്വജനത്തിന്റെ ഗുണകാംക്ഷിയും തന്റെ സർവവംശത്തിനും അനുകൂലവാദിയുമായിരുന്നു. എത്ര വിഷയമുണ്ട്? 5 വിഷയമുണ്ട് അല്ലെ? ഒന്നും പറഞ്ഞേ. അഹശ്വേരോശ് രാജാവിന് രണ്ടാമനും യഹൂദന്മാരിൽ വെച്ച് മഹാനും സഹോദര സംഘത്തിന് ഇഷ്ടനും സ്വജനത്തിന്റെ ഗുണകാംക്ഷിയും തന്റെ സർവജനത്തിനും അനുകൂലവാദിയുമായിരുന്നു. യഹൂദനായ ആരായിരുന്നു? യഹൂദനായ മൊർദെഖായി. 10-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിൽ ഞാൻ നമ്മുടെ ഈ വിഷയത്തിന്റെ ശക്തി ഒന്ന് അതിന്റെ ആവേശത്തോടെ വേടാകുമെടുക്കാൻ. ഞങ്ങളുടെ ഉദ്ദേശം യഹൂദനാണ്, യഹൂദ വംശത്തിലുള്ള വിഷയമാണ്. അതാണ് നമ്മൾ ഉൽപ്പത്തി പുസ്തകം 35:23 വായിച്ച കേസ്. 35:23 വാക്യം. ഉൽപ്പത്തി പുസ്തകം 35:23 യാക്കോബിന്റെ പുത്രന്മാർ 12 പേരായിരുന്നു. ലേയുടെ പുത്രന്മാർ യാക്കോബിന്റെ ആദ്യജാതൻ രൂബേൻ, ശിമയോൻ, ലേവി, യഹൂദ, ഇസ്സാഖാർ, സെബൂലൂൻ. റാഹേലിന്റെ പുത്രന്മാർ എനിക്ക് ആ ഭാഗത്തിൽ വേണ്ടുന്ന വാക്കുണ്ട്. അവൻ അവരെ എന്ത് ചെയ്തു? സ്തോത്രം. സ്തുതി. ലേയ യഹൂദയ്ക്ക് പേരുന്ന സമയമുണ്ട്. അതൊന്ന് വായിക്കാമോ? ഇവിടെ മിസ്റ്റേക്ക് സംഭവിച്ചു. വായിച്ചു നോക്കിയേ. 35:23 ആണോ വായിച്ചത്? 35:23 ഇപ്പൊ വായിച്ചത്. അതിന്റെ മേളത്ത് വായിക്കാമോ? ലേയ പ്രസവിച്ച ആ വിഷയം കുറിച്ച് ചേർത്ത് വായിക്കാമോ? കിട്ടില്ല. വായിക്കാം. അറിയാതെ വാക്യം തന്നെ റെഫറൻസിന് വേണ്ടിയാണ്. താങ്ക് യു ലോർഡ്. ഈ സമയം ബാക്കി വായിച്ചു. വായിച്ചോ. ബാക്കി വായിച്ചോ. ഇപ്പോൾ ഞാൻ യഹോവയെ സ്തുതിക്കും എന്ന് പറഞ്ഞ് അവന് യഹൂദ. ഇപ്പോൾ ഞാൻ ആരംഭം എന്താണ്? സ്തുതി തുടങ്ങിയത്, സ്തുതിക്ക് തുടക്കപ്പെട്ടതും സ്തുതിക്ക് ആരംഭമിട്ടതെല്ലാം ലേയയുടെ മകൻ യഹൂദ നിമിത്തമാണ്. അതുകൊണ്ട് അതിന്റെ ഗുണമെല്ലാം അത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന. ഈ ഞാൻ എപ്പോഴും ഈ ശുശ്രൂഷിക്കുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടം മണിക്കൂർ ആരാധിപ്പിക്കണം, ഇതൊക്കെ ഇഷ്ടം. എന്നറിയാമോ? ആരാധനയെ കൂടി മാത്രമേ നമുക്ക് എന്തുള്ളൂ? വിടുതലുള്ളൂ. സ്വതന്ത്രം. അതാണ് വചനവും ആരാധനയും വചനവുമായിട്ട് നമ്മൾ ഇങ്ങനെ പോകുന്നതിന്റെ അർത്ഥം. അതിന്റെ അത്ഭുതമേ വിടുതലെ നമുക്ക് അനുഭവിക്കും. ഇപ്പോൾ ഞാൻ യഹോവയെ സ്തുതിക്കുമെന്ന് പറഞ്ഞിട്ട് തന്റെ പുത്രന് യഹൂദ എന്ന് പേരിട്ടു. ആ യഹൂദ വംശത്തിന്റെ ശ്രേഷ്ഠതയാണ് ഇപ്പോൾ വായിച്ച വാക്ക്. യഹൂദനായ മൊർദെഖായി എന്ന് പറഞ്ഞാൽ ആരാധിച്ചു തുടങ്ങിയതെല്ലാം ആരാധിച്ചു മാത്രമേ പോകത്തുള്ളൂ.
ആരാധിച്ചു തുടങ്ങിയതൊന്നും അന്തമില്ലെന്ന് പറയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. പ്രൈസ് ഗോഡ്. യഹൂദനായ മൊർദെഖായി അഹശ്വേരോശ് രാജാവിന് രണ്ടാമൻ രണ്ട് പറഞ്ഞ യഹൂദന്മാരിൽ വെച്ച് മഹാൻ, അഡ്രസ് ഇല്ലാത്തവൻ ഇപ്പൊ ആരായി? മഹാനായി മാറി. അപ്പൊ നമ്മുടെ മെസ്സേജ് ഓർത്തോണ്ടാ ദൈവത്തിൽ നമ്മെ എന്താക്കി മാറ്റണം. ഇനി നിങ്ങൾ ആ വാക്ക് വായിച്ച് ആ 49 ഉൽപ്പത്തി 49 9 മുതൽ വായിച്ചാൽ മതി. വായിച്ചാൽ മഹാന വാക്ക് വന്നോണ്ട് വായിച്ചു. യഹൂദ ഒരു ബാലസിംഹം മകനെ നീ ഇര പിടിച്ച് കയറിയിരിക്കുന്നു. അവൻ കുഞ്ഞു സിംഹം പോലെയും സിംഹി പോലെയും പതുങ്ങി കിടക്കുന്നു. ആർ അവനെ എഴുന്നേൽപ്പിക്കും? അവകാശമുള്ളവൻ വരുവോളം, അവകാശമുള്ള യേശു ക്രിസ്തു വരുവോളം ചെങ്കോൽ യഹൂദയിൽ നിന്നും അവന്റെ കുടുംബത്തിനകത്ത് നിന്നും രാജദണ്ഡ് അവന്റെ കാലുകളിടയിൽ നിന്ന് നീങ്ങിപ്പോകുകയും ജാതികളുടെ അനുസരണം അവനോടാകും. ഇവിടെ യഹൂദൻ മൊർദെഖായി ജാതിക രാജാവിന്റെ അവൻ നിമ്പ് നിൽക്കുമ്പോൾ അവൻ ജാതിക രാജാവായ അഹശ്വേരോശ് രാജാവ് ഇപ്പൊ ആരെ വാക്ക കേൾക്കുന്നേ? ഒരാമൻ പറഞ്ഞു. ജാതികളുടെ അനുസരണം ഉണ്ടോ? ഇപ്പൊ ആര് പറഞ്ഞാൽ നീങ്ങാൻ പറ്റത്തുള്ളൂ? യഹൂദന്മാര് പറഞ്ഞാൽ നീങ്ങാൻ പറ്റും. രാജാവിന് ഇപ്പൊ ജാതിക രാജ അഹശ്വേരോശ് പറയുമ്പോ ചെയ്യാം. ജാതികളുടെ അനുസരണം യഹൂദന്മാർ തീരുമാനിക്കണം. അപ്പൊ നമുക്ക് കണ്ട സിസ്റ്റർ, നമ്മളെ ദൈവാത്മീയത്തിനകത്ത് വലിച്ചു കയറ്റി, നമ്മളെ വലിച്ചിനകത്ത് കയറ്റി അതാ യഹൂദ വംശത്തിലേക്ക് കൃപയാ ദൈവം കയറ്റിയിട്ടുണ്ടെങ്കിൽ ആദ്യമാരെ ശ്രദ്ധിക്കണം. ദൈവം വിളിച്ചു കയറ്റി ജാതികളല്ല എന്നെ ഭരിക്കണത്, ഞാൻ ജാതികൾ ഭരിക്കണം. മനസ്സിലാക്കുന്നുണ്ടോ? ദൂത് പിടികിട്ടുന്നുണ്ടോ? അതുകൊണ്ടാ പറയുക, ഞാൻ പറഞ്ഞിട്ടല്ലാതെ എന്ന പദത്തെ ശക്തി ഒന്നാണ്. ഞാൻ പറഞ്ഞിട്ടല്ലാതെ എന്ന വാക്ക് വരണമെങ്കിൽ അതിന്റെ അർത്ഥം എന്ന് പറയുന്ന കാര്യം, അത്രയ്ക്ക് അധികാരം കൊടുത്തിരിക്കുന്നത് ദൈവത്തിന്റെ മക്കൾ ആരാധിക്കുന്ന യഹൂദ കുലത്തിലാണ്. സ്തോത്രം. അതുകൂടെ വായിച്ച വാക്ക് ജാതിയുടെ അനുസരണം അത് യഹൂദനോടായി അടുത്ത വാക്ക് വായിച്ചോ. അവൻ മുന്തിരിവള്ളിയോട് ചെറു കഴുതയെയും വിശിഷ്ട മുന്തിരിവള്ളിയോട് കാട്ടുകഴുതയെയും കഴുതക്കുട്ടിയെയും കെട്ടുന്നു. അതാണ് വിഷയം. പുള്ളിയാകപ്പാട് ആപ്പൂപ്പ കേസ് ആരും വിടത്തില്ല, മൊത്തം കൂട്ടിക്കെട്ടും എന്ന് പറഞ്ഞ ചിതറിപ്പിക്കുന്ന സ്വഭാവം ആർക്കില്ല. പറ, എല്ലാ ജാതികളെയും ഒത്തുകൊണ്ടുപോകാൻ കൃപ ലഭിച്ച ഒറ്റ വ്യക്തിക്കുള്ള ആർക്കാ എന്ന് പറഞ്ഞ യഹൂദന് എന്തില്ല? ജാതി വിവേചനം. ഇപ്പോഴാണ് നമ്മുടെ ഇടയിലാണ് ഏറ്റവും കൂടുതൽ കല്യാണം വരുമ്പോൾ അവൻ ഏത് ജാതി? തിരുവനന്തപുരംകാരനാണ്, കോഴിക്കോട് കോട്ടയംകാരനാണ് എന്നൊക്കെ ചോദിക്കുന്നതൊക്കെ അത് ഇവിടുന്ന് കയറി വന്ന കാര്യം ഇപ്പോഴും നമുക്ക് മനസ്സിലാകുന്നില്ല. എല്ലാം ചോര, എല്ലാം ഒരു കളറാണ്. എല്ലാവരും കഴിക്കുന്ന മലയാളി മൊത്തം കഴിക്കുന്ന എല്ലാം അരിയാഹാരം തന്നെയാണ്. പക്ഷെ നമ്മൾ പറയുമ്പോൾ അടുക്കലോട്ട് എത്തുമ്പോഴാണ് ഇവരുടെയൊക്കെ ആ സ്വഭാവങ്ങളൊക്കെ കാണുന്നത്. നമുക്ക് വിഷയം അതല്ല. ഒന്നുകൂടി വാക്ക് വായിക്കേ, ഓർക്ക് വായിക്കും, കേൾക്കട്ടല്ല, ഓർക്ക് വായിക്കും. അവൻ മുന്തിരിവള്ളിയോട് ചെറു കഴുതയെയും, വലിയ ബൈബിൾ വേണം. ചെറിയ ബൈബിൾ കാണുന്നുണ്ട്, നോക്കി ശരിയാത്ത വാക്ക്. വിശിഷ്ട മുന്തിരിവള്ളിയോട് കഴുതക്കുട്ടിയെയും കെട്ടുന്നു. വിശിഷ്ട കഴുത കെട്ടട്ടെ പറ, കഴുത കെട്ടട്ടെ ഇവിടെ. യേശു കയറിയ കഴുത ഇവിടെ കിടന്നു, മുന്തിരിവള്ളിയുടെ കൂടെ. പിന്നെ അവിടെ കിടച്ചാൽ കെട്ട് പുറംപറമ്പില്ല, വല്ല പാണ്ടിക്കാറ്റ് കൊണ്ട് കെട്ടിയത്. പക്ഷെ യഹൂദൻ എന്ത് ചെയ്തു? വിശിഷ്ട മുന്തിരിവള്ളി കഴുതക്കുട്ടി കയറി നിൽക്കണം. അതുകൊണ്ട് നമ്മളിനകത്ത് കയറിയത്, അല്ലെങ്കിൽ നമ്മളെ ആരും അടുപ്പിക്കത്തില്ല. നമ്മളെ വിളിപ്പിച്ച് നമുക്കെന്താ കരുതിയായിരുന്നു. മനസ്സിലാകുന്നുണ്ടോ? സിസ്റ്റം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ബൈബിൾ തൊടാൻ പറ്റുമോ? യേശു വിളിക്കാൻ പറ്റുമോ? സ്വർഗം എന്ന് കാക്ക് പറയാൻ പറ്റുമോ? അങ്ങനെ ഒരു അർഹതയില്ലാത്ത നമ്മെ ദൈവത്തിനകത്തേക്ക് കൊണ്ടുവന്നത് ഒരു യഹൂദനായ യേശു ക്രിസ്തുവിന്റെ നല്ല മനോഭാവം ഉള്ളത് കൊണ്ട് മാത്രമാണ്. അതുപോലെ വിശിഷ്ട മുന്തിരിവള്ളിയോടുകൂടെ കഴുതക്കുട്ടിയെയും കെട്ടുന്നു. അവൻ വീഞ്ഞു തന്റെ ഉടുപ്പും ദ്രാക്ഷരസത്തെ തന്റെ വസ്ത്രവും അലക്കുന്നു. ഇതൊക്കെ ക്രിസ്തുവിന്റെ രക്തവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ നമ്മെ യഹൂദ യേശു ക്രിസ്തുവിനെ കൂടെ നമ്മൾ കൂട്ടിക്കെട്ടി. നമ്മൾ 1000 തലമുറ വരെ ഇങ്ങോട്ട് കയറുമ്പോൾ നമ്മളെ സിസ്റ്റം പഠിച്ചു കഴിഞ്ഞാൽ ഏത് ഗ്രൂപ്പിൽപ്പെട്ടെന്ന് നമുക്ക് അറിയത്തില്ല. പക്ഷെ ഒരു കാര്യം അറിയാം, നമ്മൾ ആരാ? ജാതികൾ.
ഇപ്പോൾ ആ മുന്തിരി വള്ളിയോട് പറഞ്ഞേ, ആ രാശരസത്തോട് നമ്മുടെ വസ്ത്രം ഒന്ന് മുക്കി എടുത്ത കൂട്ടിക്കെട്ടി. ഇപ്പൊ നമ്മൾ ആരായി പറയും, അവനും നമ്മളെല്ലാം ഒരുപോലെയായി. അതാണ് യഹൂദന്റെ പ്രത്യേകത. യഹൂദൻ എപ്പോഴും വേർതിരിവില്ല, യഹൂദനെല്ലാം ചേർത്തെടുത്തുന്നു. കാര്യം മനസ്സിലാവുന്ന ഒരു അമ്മ പറയാമോ? ഇന്ന് രാത്രി നമുക്ക് ഈ വചനത്തിന്റെ വെളിപ്പാട് ആഴമാണ്. ഇത് വളരെ ഗൗരവത്തിൽ പഠിക്കേണ്ട വെളിപ്പാടാണ്. ഇതാണ് യഹൂദൻ. അതുകൊണ്ടാണ് ഇഷ്ടനായത്, മഹാനായത്. ആ വാക്ക് വായിച്ചേ. ഒന്ന് രാജതന്നെ അവന് കാലടിയിലായതുകൊണ്ടാണ് യഹൂദനെ മോർദെഖായി ആരായി മാറിയത്? മഹാനായി മാറിയത്. അപ്പൊ യഹൂദന് മാത്രമേ ആരാകാൻ പറ്റൂ? മഹാനാകാൻ പറ്റൂ. അടുത്ത വാക്ക് സഹോദര വർഗത്തിന് ഇഷ്ടൻ. എന്താ? യഹൂദന്റെ സ്വഭാവമാണ് ഒരു റൊട്ടി കയ്യിലുണ്ടെങ്കിൽ പിച്ചു കൊടുക്കും, പിടിച്ചു. ഒരു ബിസ്ക്കറ്റ് ഉണ്ടെങ്കിൽ ആ ബിസ്ക്കറ്റ് കൊടുക്കും, എണ്ണി കൊടുക്കും. സ്വതന്ത്രയില്ല ആർക്കാണ്. അതുകൊണ്ട് ഇഷ്ടപ്പെട്ടത്. നിങ്ങൾ മാത്രം ജയിച്ചു വായിച്ചേ. സഹോദര സംഘത്തിന് ഇഷ്ടം. എന്താ കാര്യം? തോള് ചേർത്താൻ തക്കവണ്ണം അടുത്തേക്ക് കെട്ടിപ്പിടിച്ച് ആശ്രയിച്ച് കഴിക്ക്, ഇരിക്ക്, കുടിക്ക്, കിടക്ക് എന്നൊക്കെ പറഞ്ഞ് സ്വാർത്ഥതയില്ലാതെ വണ്ണം അംഗീകരിക്കുന്ന ഒരു മനോഭാവം ആർക്കേ ഉള്ളൂ? യഹൂദന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ വായിച്ച വാക്ക് ഒന്നോട് വായിച്ച തെറ്റില്ലെന്ന് തോന്നുന്നു. വായിച്ച ജയിച്ച വായിച്ചോ സൂത്രം 37:26 ഒന്നോട് വായിച്ചേ. ഏതാ? സോറി, വായിച്ച 37:26 വായിച്ചേ. സൂത്രം 37:26 വായിച്ചു. അപ്പോൾ യഹൂദ തന്റെ സഹോദരന്മാരോട്, നാം നമ്മുടെ സഹോദരനെ കൊന്ന് അവന്റെ രക്തം മറച്ചിട്ട് എന്ത് ഉപകാരം? തന്റെ സ്നേഹപ്രകടമാണ്. ഇതേ സ്നേഹം തന്നെയാണ് മോർദെഖായി ആദ്യം കാണിച്ചത്. സഹോദര സംഘത്തിൽ കാണിച്ചപ്പോൾ ഇപ്പോൾ സഹോദര സംഘത്തിന് മോർദെഖായി ആരായി? അപ്പോൾ നമുക്ക് വിളിക്കാം, അച്ഛാ മോർദെഖായി അച്ഛാ. അച്ഛൻ ഈ സ്വഭാവം ഇവിടെ നിന്ന് കിട്ടി. സാധാരണ നമ്മുടെ കൂടെ ആരും എത്തിയിട്ടില്ല അച്ഛാ. അച്ഛൻ നമ്മുടെ കൂടെ അങ്ങനെ ആരും ഇഷ്ടപ്പെടാൻ സാധ്യത. ആ മുഖം കാണുമ്പോൾ തന്നെ പഞ്ചായത്ത് വിട്ട് പോകും. അങ്ങനത്തെ സന്ദർശിക്കപ്പെടാണ് മോർദെഖായെ കുറിച്ച് പറഞ്ഞ സഹോദര വർഗത്തിന്. അവ ചോദിക്കാം, അച്ഛാ എങ്ങനെ അച്ഛാ ഇവരെ ഹൃദയത്തെ മൊത്തം വശീകരിക്കാൻ പറ്റിയത്? അച്ഛാനെ ഭയങ്കര ഇഷ്ടമാണ്. എവിടെ പോയാലും അച്ഛാന്റെ പേര് മാത്രമേ എല്ലാവരും പറയത്തുള്ളൂ. അച്ഛന് ഭയങ്കര ഇഷ്ടമാണ് അച്ഛാ. അപ്പൊ അച്ഛൻ തിരിച്ചോട്ട് പറയും, ഞാനല്ല കാരണം എന്റെ ഒരു യഹൂദനുണ്ടായിരുന്നു, യഹൂദ വംശത്തിൽ. ഞാൻ യഹൂദ കുലത്തിൽപ്പെട്ട വ്യക്തിയാണ്. യഹൂദ കുലത്തിന്റെ പ്രത്യേകതയാണ് ആരെയും മാറ്റി നിർത്താൻ പാടില്ല, എല്ലാവരും അംഗീകരിക്കണം. എനിക്ക് എന്തുണ്ട് അത് എല്ലാവർക്കുമാണെന്നുള്ള ഒരു മനോഭാവം ഞങ്ങളുടെ കുലത്തിന്റെ പ്രത്യേകതയാണ്. അത് ഞങ്ങളുടെ വലിയപ്പച്ചനായ യാക്കോബും ദൂത് പറഞ്ഞപ്പോൾ അനുഗ്രഹിച്ചപ്പോൾ യഹൂദന് തലയിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു, അവൻ നിന്റെ കയ്യിലാണ് അഭിഷിഷ്ട മുന്തിരിവള്ളിയോടുകൂടെ കന്നുകുട്ടിയെ കൂട്ടിച്ചേർക്കുമെന്ന് അവൻ ഞങ്ങളുടെ പിതാവ് അവൻ അനുഗ്രഹിച്ചു വിട്ടതാണ്. അതുകൊണ്ടാണ് കഴുതിയെന്നോ പുലിയെന്നോ സിംഹമെന്നോ അത് കാട്ടുമൃഗമെന്നോ അത് പന്നിയെന്നോ ഓർക്കാതെ വന്ന് അവൻ ഞങ്ങളെ മൊത്തം ചേർത്ത് വിളിച്ചത്. സ്വഭാവം നോക്കിയാൽ ആരും ഇഷ്ടപ്പെടത്തില്ല, പക്ഷെ ഞങ്ങൾ സ്വഭാവത്തെ നോക്കാതെ ചേർത്ത് നിർത്തിയ ഒരു ഗ്രൂപ്പാണ് യഹൂദ ഗ്രൂപ്പ്. അത് മോർദെഖായിലുണ്ട്. മോർദെഖായി അതാ സാക്ഷ്യപ്രദമാക്കി. ഇത് രാത്രി എത്രയൊക്കെ ദൂതന്റെ ആട് മനസ്സിലാവുന്നുണ്ട്? മനസ്സിലാവുന്നു? ആ ദൂത് മനസ്സിലാവുന്നുണ്ട്? ആരും മനസ്സിലാവുന്ന കരുതുന്ന സ്വന്തമായ സ്തോത്രം. അപ്പോ 3 സഹോദര സംഘനിഷ്ഠനായി മാറി. അടുത്ത ജയ്സ് അതിന്റെ അർത്ഥം ഒന്ന് പറ. ജയ്സ് പറ, ഗുണകാംക്ഷി അർത്ഥം പറ. ഗുണകാംക്ഷി, കാംക്ഷി അർത്ഥം നല്ലത് കാക്ഷിക്കുക, നല്ലത് ആഗ്രഹിക്കുക. എന്ത് നല്ല പദവല്ലേ അത്. എന്നെ പല ദൂതെടുത്ത് കൂടെ ഞാൻ മാത്രം രക്ഷപ്പെട്ട പോരാ. ഈ ചാരിറ്റി അല്ലെങ്കിൽ ആതൊരു സേവനം അല്ലെങ്കിൽ മറ്റുള്ളവരെ കണ്ണിൽ തുറക്കുന്ന മേഖല, ഒരു വീട് വെച്ച് കൊടുക്കുകയോ വിവാഹം നടത്തി കൊടുക്കുകയോ മറ്റേതെങ്കിലും ഉപകാരം ചെയ്യുന്നുവെങ്കിൽ ആ ഉപകാരം കൊടുത്ത സ്വഭാവം എന്ന് പറഞ്ഞാൽ എന്നെ പോലെ തന്നെ മറ്റുള്ള വ്യക്തിയും രക്ഷപ്പെടണമെന്നുള്ള മനോഭാവം യഹൂദ കുലത്തിന് മാത്രം പ്രത്യേകതയാണ്.
ജീവിച്ച് അത്ഭുതവും അടയാളവും ഒക്കെ പ്രവർത്തിച്ചിട്ട് സാധുക്കളെ പിടിച്ചു ചേർത്തി. അതുകൊണ്ടാണ് ഈ വായിച്ച 4-ാം അധ്യായം ലൂക്കോസ് 4-ാം അധ്യായത്തിന്റെ ഒരു വാക്കുണ്ടല്ലോ, ആ കൊട്ടേഷൻ, ദരിദ്രരുടെ സുവിശേഷം അറിയിക്കാൻ. ആ വാക്ക് വായിച്ച റെഫറൻസ് 4-ാം അധ്യായത്തിലാണ്, പക്ഷെ റെഫറൻസ് വായിച്ചു. ദരിദ്രന്മാരുടെ സുവിശേഷം അറിയിപ്പാൻ കർത്താവിനെ അഭിഷേകം ചെയ്യുകയാൽ ദരിദ്രരോട് സുവിശേഷം അറിയിക്കാൻ കർത്താവ് പിതാവ് ദൈവം എന്നെ അഭിഷേകം ചെയ്തിരിക്കുകയാൽ അവന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പീഡിതന്മാരെ വെടിവെച്ചയപ്പാനും കർത്താവിന് പ്രസാദവർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു. യേശുവിനെ യഹൂദകുലത്തിനെ ദിനിപ്പിച്ച് അയച്ചതിന് വേണ്ടിയാണ്. ഗുണകാംക്ഷിയാണ് യേശു. ആര്? ഗുണകാംക്ഷി. ആര്? താൻ തകർന്നാലും കുഴപ്പമില്ല, തന്റെ മുമ്പ് നിൽക്കുന്ന വ്യക്തി രക്ഷപ്പെടണമെന്ന് മനസ്സിൽ. ഇത് സത്യം പറഞ്ഞാൽ അത് ഒരാളിനെ ഹെൽപ്പ് ചെയ്യുന്നുവെങ്കിൽ, ചിലപ്പോ ഹെൽപ്പ് ചെയ്യുന്ന വ്യക്തികൾ അധികം ഹെൽപ്പ് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ഇറിറ്റേഷൻ, പാപം വേണ്ടായിരുന്നു. പക്ഷെ എന്നാലും അങ്ങനെ മനോഭാവം ഒരു വ്യക്തിക്കോ മറ്റു കുടുംബത്തിനോ ഒരു സമൂഹത്തിനോ ഉണ്ടാകുന്നുവെങ്കിൽ അത് കിട്ടിയത് മൊത്തം യഹൂദ കുലത്തിനകത്ത് കിട്ടിയ പ്രത്യേകതയാണ്. സ്വതന്ത്രം. നിങ്ങൾ ഇന്ന് രാത്രിയിൽ ഒന്നൊരു വീട്ടിൽ പോയിട്ട് ഉറങ്ങുന്നുണ്ടേ, എൻ്റെ ആൻറ്റി വായിക്കും, ആൻറ്റി 49-ാം അധ്യായം മൊത്തം വായിച്ചിട്ട് കിടക്കണം. വായിച്ചിട്ട് കഥാപാസ്ത പറഞ്ഞതുകൊണ്ടൊരു വായനയില്ല, ഓരോ വാക്ക് വായിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് റീറ്റേക്ക് ചെയ്യണം. ചെയ്തിട്ട് ഓരോ കുലത്തിനെ കുറിച്ചുള്ള വ്യത്യാസം, അതിനകത്ത് യഹൂദമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്ന വാക്ക്. ഇതിന് മുമ്പ് രൂപനുണ്ട്, ശിമിയോനുണ്ട്, ദേവിയുണ്ട്, സെബൂലൂനുണ്ട്, നഫ്താലിയുണ്ട്, ദാനുണ്ട്, ബെന്യാമിനുണ്ട്, ഇങ്ങനെയൊക്കെ ഇഷ്ടംപോലെ കിടപ്പുണ്ട്. ബാക്കിയുള്ളതല്ല. ഇത് പഠിക്കുമ്പോൾ ചിലർ മൊത്തം കൺഫ്യൂസ് ആയിരിക്കുന്നു. ഒരു ഗോത്രം മാത്രമേ ആവശ്യമുള്ള സ്വത്രം. ഗുണകാംക്ഷി. അത് യഹൂദ കുലത്തിന് മാത്രം പ്രത്യേകതയാണ് ഗുണകാംക്ഷി. അടുത്ത വാക്ക് തന്റെ സർവ്വ അനുകൂലവാദിയുമായിരുന്നു. ഒരു കാര്യം പറയാം, ഈ ചിലർ നമ്മുടെ അടുക്കൽ വന്ന് എന്തെങ്കിലും വിഷയമായിട്ട് വരുമ്പോഴേ, ഞാൻ രാഷ്ട്രീയം പറയുന്നതായിട്ട് നിങ്ങൾ തെറ്റിയിരിക്കരുത്, എനിക്കത് പറയാൻ ഇഷ്ടമല്ലെങ്കിലും പബ്ലിക്കിൽ വന്ന് ചില റിപ്പോർട്ടുകൾ കാണുമ്പോഴാണ് പറഞ്ഞത്, ഒരാളോട്, ഒരു നേതാവിനോട് ഒരു വ്യക്തി ഒരു സംശയം ചോദിച്ചപ്പോൾ അടങ്ങിയിരിക്കാം, വീട്ടിൽ പോയി ചോദിക്കാൻ പറഞ്ഞു. അത് നേതാവാണോ? ഞാൻ പേരൊന്നും പറഞ്ഞില്ല കേട്ടാച്ച, ഞാൻ പേര് പറഞ്ഞില്ല, രാഷ്ട്രീയം ഒന്നും പറ്റില്ല. ഒരു ഇന്ത്യൻ പൗരനായ വ്യക്തി തന്റെ നേതാവിനോട് ചോദ്യം ചോദിച്ചു എഴുന്നേറ്റപ്പോൾ ഇന്ന കാര്യം എന്ന് പറഞ്ഞപ്പോൾ ആ നേതാവ് അടങ്ങിയിരിക്കുക, അത് എന്നോടുള്ള ചോദിക്കും, വീട്ടിൽ പോയി ചോദിക്കലാന്നൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് അനുകൂലവാദിയാണോ? ഇനി ആ വ്യക്തി ഈ വ്യക്തിക്ക് എന്നും പ്രതികൂലവാദിയായിരിക്കും. ഞാൻ വല്ലവിടെ നിന്ന് പറയും സ്വത്രാന്റെ ഉപവാസ പ്രാർത്ഥനയാണ്, അവിടെ മെസ്സേജ് എടുക്കണം. ഞാൻ ആരും പേരൊന്നും പറഞ്ഞ വ്യക്തിയല്ല സ്വന്തം. ഒരു കാര്യം മൊത്തം പറഞ്ഞാൽ അപ്പൊ ഞാൻ പറഞ്ഞ അർത്ഥം, അത് അനുകൂലവാദിക്കോട് മാത്രമേ എല്ലാവരും അനുകൂലം നിൽക്കത്തുള്ളൂ. ഇപ്പൊ ആരെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പാസ്റ്റർ നിലയിൽ സമയം ഞാൻ പറയും, വെയിറ്റ്, നമുക്ക് പിന്നെ എന്ത് ആ കാര്യങ്ങൾ സംസാരിക്കാം. അപ്പോൾ എന്നോട് നിങ്ങൾക്ക് എന്ത് തോന്നും? നിങ്ങളോട് ഞാൻ ചോദിക്കുന്നു, അപ്പൊ പാസ്റ്റർ വെയിറ്റ് ചെയ്യും, പാസ്റ്റർ ഞാൻ പറഞ്ഞുതരാം എന്ന് പറയുമ്പോൾ ആ വ്യക്തിയും നമ്മളുമായി ഇന്ററാക്ട് ആകുന്നു, ബന്ധം സ്ഥാപിക്കുന്നു. ഇവിടെ ആ ബന്ധം ആരുമായിട്ടുണ്ടായിരുന്നു? ഇനി വായിക്കാം 49:8 വായിക്കാം. ഉൽപ്പത്തി 49:8 ആ വാക്ക് പഠിക്കും. യഹൂദയെ സഹോദരന്മാർ നിന്നെ പുകഴ്ത്തും. മതി, ഇവിടെ വായിച്ച് ബാക്കി പാടും. സഹോദരവർഗത്തിന് ഇഷ്ടൻ അനുകൂലവാദി. നിങ്ങൾ പറ, ഇത് അനുഗ്രഹിച്ചു വിട്ടതാണ് യാക്കോബ്. ഇത് കറക്റ്റായിരുന്നോ? ഇത് കറക്റ്റായിരുന്നു. യേശുവിന് ആദ്യം കേൾക്കുകയില്ലേ? ഒരു സ്വത്രം പറ, നീ മുട്ടയും പഠിച്ചാണ് സ്വത്രം ശരീരം. വാക്കിന് അർത്ഥം എന്താണ്? അപ്പൻ അനുഗ്രഹിച്ചു പറഞ്ഞു, യഹൂദേ സഹോദരന്മാരിനെ പുകഴ്ത്തും. അപ്പോൾ ഇത് മോർദെഖായിയുടെ സ്വഭാവമല്ല, മോർദെഖായിയുടെ കുലത്തിന്റെ സ്വഭാവമാണ്. മനസ്സിലാക്കുന്നുണ്ടോ? ഈ ചില കുലത്തിനകത്തുനിന്ന് ഈ പണ്ട് സമയം പോകുന്നു എങ്കിലും ഞാൻ ഒന്ന് ജസ്റ്റ് ഈ വിഷയം വന്നുകൊണ്ട് ചെറിയൊരു ചിന്തയ്ക്ക് പറയാം. ഈ ഒരു ക്ലാസ് ടീച്ചർ ആ കുഞ്ഞിനോട് പറഞ്ഞു, എൻ്റെ അപ്പനെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. ടീച്ചർ ചിരിക്കുന്നു. ക്ലാസ് ടീച്ചർ പറഞ്ഞു, നിന്റെ അപ്പനെ വിളിച്ചുകൊണ്ട് അടുത്ത ദിവസം ക്ലാസ്സിൽ കയറാം. അങ്ങനെ അപ്പനെ വിളിച്ചോണ്ട് വന്നു.
അപ്പനെ വിളിച്ചോണ്ട സമയത്ത് ഈ മകനെ കുറിച്ച് അപ്പന് പറഞ്ഞു, ഇവൻ വന്ന തെറിയെ വിളിക്കത്തുള്ളൂ, കൂട്ടുകാർ സംസാരിച്ചപ്പോ തെറി വിളിച്ച് സംസാരിക്കത്തുള്ളൂ. അപ്പോൾ ഈ അപ്പൻ തിരിച്ച് തന്റെ മോനെ കുറിച്ച് സംസാരിച്ച് തെറി വിളിച്ച് സംസാരിച്ച്, ഞാൻ അവനോട് അവൻ അങ്ങനെ തന്നെയാണ് സ്വന്തം. അപ്പൻ മോനെ വിളിച്ചത് അവൻ അങ്ങനെ തന്നെ തെറി ഡാഷ് എന്ന് പറഞ്ഞിട്ടാണ് പേര് വിളിച്ചത്. അപ്പോൾ ഈ ക്ലാസ് ടീച്ചർ പറഞ്ഞു, രണ്ടും ഇറങ്ങിപ്പോവാൻ പറഞ്ഞു. അപ്പന് മോൻ ഇറങ്ങിപ്പോവാൻ പറഞ്ഞു. കാര്യം അവനല്ല തെറ്റുകാരൻ ഇവനാണ്. മനസ്സിലാകുന്നുണ്ടോ? കുടുംബത്തിനകത്തെ ചില കൾച്ചറെ പുറത്തോട്ട് ഒഴി വരത്തുള്ളൂ. അതുകൊണ്ട് ഈ കൾച്ചറാണ്, യഹൂദന്റെ കൾച്ചറാണ് ഞാൻ ഇപ്പൊ പഠിപ്പിക്കുന്നത് പറയുന്ന വാക്ക്. അപ്പൻ പറഞ്ഞു, യഹൂദനോട് പറഞ്ഞു, യഹൂദനെ സഹോദരനെ പുകഴ്ത്തും. ഇവിടെ നോക്കൂ, അവൻ ദൈവം തന്റെ സർവവംശത്തിനും മോർദെഖായി അനുകൂലവാദിയായി മാറി, സകലത്തിന് ഗുണകാംക്ഷിയായി മാറി, സകലത്തിന് മഹാനായി അവൻ മാറിനർത്ഥം. യാക്കോബ് എന്ന് പറയുന്ന പിതാവ് അവൻ തന്റെ 4ാം തലമുറയായ യഹൂദയെ അനുഗ്രഹിച്ചു വിട്ടതിന്റെ റിസൾട്ടാണ് ഈ മോർദെഖായി കൂടെ ഇപ്പോൾ നമ്മൾ പരസ്യമായി ബോധ്യപ്പെട്ട വാക്ക്. ഇങ്ങനൊരു വ്യക്തി വേണം നമുക്ക് ആരായി വരാൻ, നേതാവായിട്ട് വരാൻ. ഇങ്ങനെ വ്യക്തി വേണം നമുക്ക് നേതാവായി കിട്ടാൻ. അങ്ങനത്തെ ഒരു വ്യക്തിയാണ് യഹൂദന്മാർക്ക് കിട്ടിയത്. യഹൂദനായ മോർദെഖായി കിട്ടി. ഇന്ന് രാത്രിയിൽ നമ്മുടെ ദൂതന്റെ ഒരു വർഷം കൂടി നമ്മൾ ഇന്ന് രാത്രി പഠിച്ചു. നമുക്ക് ആത്മാവിൽ പറയാൻ, കർത്താവേ, യഹൂദന് ദൈവം കൂടെ സവിശേഷതയുടെ ഒരു പാട്ട് കൂടി എനിക്ക് ലഭിച്ചുവെങ്കിൽ എനിക്കും ഈ വാക്യത്തെ ഒന്നുകൂടി ആവർത്തിച്ച് പ്രാർത്ഥിക്കും. യഹൂദനായ മോർദെഖായി, ഞാൻ അവിടെ ഒരു വാക്ക്, പെന്തിക്കോസ്തുകാരനായ മോർദെഖായി അഹശ്വേരോശ് രാജാവിന്റെ 2ാമനായി മാറി, യഹൂദന്മാരിൽ വെച്ച് മഹാനായി മാറി, സഹോദര ശ്രേഷ്ഠനായി മാറി, സഹോദരത്തിന് ഗുണകാംക്ഷിയായി മാറി, തന്റെ സർവത്തിനും അനുകൂലപതിയായി മാറി. ഇത്രയും സവിശേഷത കൊണ്ട് ദൈവാത്മാവ് യഹൂദനെ മോർദെഖായി പൊതിഞ്ഞുവെങ്കിൽ നമുക്ക് നമ്മോട് ചേർത്ത് വെച്ച് പറയാം, കർത്താവേ, എനിക്കും ആ ഒരു ക്യാരക്ടർ തരണം. എനിക്കും ആ ഒരു സ്വഭാവം തരണം, എനിക്കും ആ ഒരു മനോഭാവം തരണം, എനിക്കും ആ ബന്ധത്തിൽ സഞ്ചരിക്കേണ്ട കൃപ നൽകണമെന്ന് നിറഞ്ഞ ഹൃദയത്തോടെ ദൈവമക്കൾ പ്രാർത്ഥിക്കാൻ തക്ക താല്പര്യപ്പെട്ടു നോക്കും. സ്വർഗസ്ഥനായ ദൈവം അവൻ നമ്മെ ആദരിക്കാതിരിക്കയില്ല, സ്വർഗസ്ഥ ദൈവം ഉയർത്താതിരിക്കയില്ല. നമുക്ക് നമ്മൾ കാൽവരി ക്രൂശിലേക്ക് നമുക്ക് കണ്ടു നോക്കി കഴിഞ്ഞാൽ സകല മാനവകുലത്തിന്റെ പാപത്തിന് പരിഹാരത്തിനായി സ്വന്തം സഹോദരനായിട്ട് നിലവിളയിക്കൊണ്ട് അവൻ നമ്മുടെ നാം ജനിച്ചവർക്കും അവൻ ജനിക്കാൻ പോകുന്ന സ്ഥലത്തിന് പാപത്തിന് വേണ്ടി നല്ല സ്നേഹിതനായി, നല്ല കൂട്ടുകാരനായി, നല്ല പിതാവായി, അവൻ നല്ല കർത്താവായി എന്റെ യേശു അവൻ മറ്റൊന്ന് ചിന്തിക്കാതെ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപമൊക്കെ വഹിച്ചുകൊണ്ട് കാൽവരി കയറിപ്പോയി. അവൻ 2 കല്ലുമാരുകളിൽ അവൻ ക്രൂശിക്കപ്പെട്ട് കിടക്കുമ്പോൾ അതിന്റെ ആധാരം എന്ന് പറയുന്ന യേശുവിന്റെ ഒരു യഹൂദ കുലത്തിൽ കാണുന്ന ഒരു സവിശേഷതയാണ് യേശു കൂടി കാണിച്ചു എന്നുവെങ്കിൽ അതാണ് എന്റെ ജീവിതത്തിന്റെ ഒരു വിജയമായി മാറിയത്. ഒരു കാര്യം കൂടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. യേശു, ജീസസ് ക്രൈസ്റ്റ് എന്നൊരു വാക്ക് പറയുന്നു. ലോകത്തിലെ എല്ലാ ജാതിക്കും ഭയങ്കര ഇഷ്ടമാണ്. ആരെ? യേശുവിനെ. മറ്റ് ദൈവങ്ങളെ ദൈവമാരെ അംഗീകരിക്കുന്നേക്കാളും യേശു ക്രിസ്തു എന്നൊരു വാക്ക് പറയുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ്. അവൻ മതത്തിന്റെ ഭ്രാന്തന്മാർക്ക് ഇഷ്ടപ്പെടത്തില്ലായിരിക്കാം, പക്ഷേ അവൻ കോമൺ പീപ്പിളിന് മുഴുവനും യേശു ക്രിസ്തു എന്ന് പറയുന്ന ഇഷ്ടമാണ്. എന്നതിനർത്ഥം യേശു യഹൂദ കുലത്തിൽ കന്യാമറിയയുടെ അവൻ ഉദരത്തിനകത്ത് ജനിച്ച് വളർന്ന് വന്ന കഥാവാണ്. അതുകൊണ്ടാണ് ഇവൻ യഹൂദനല്ലയോ, ഇവന്റെ സഹോദരൻ നമ്മുടെ പാർക്കുന്നില്ലയോ, ഇവന്റെ അമ്മ മറിയല്ലയോ, എന്റെ അപ്പൻ ജോസഫ് അല്ലയോ എന്ന് പറയുമ്പോൾ അവൻ ഏറ്റവും ഹൈലൈറ്റ് വാക്കാണ് യഹൂദനല്ലയോ. ഇതിനകത്ത് നമുക്ക് പറയാം, എന്റെ യേശു യഹൂദനായതുകൊണ്ടാണ് അവൻ രാജാവായത്, അവൻ പ്രഭുവായത്, അവൻ സകലത്തിൽ ശ്രേഷ്ഠൻ. അതുകൊണ്ടാണ് അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാനത്തിന് പ്രഭു എന്ന ആ പദവിന്റെ യേശു ക്രിസ്തുവിനെ കുറിച്ച് യെശയ്യാവ് പ്രവചി പാടിയാക്കിയത്. ഇന്ന് രാത്രി നമ്മുടെ കണ്ണടച്ച് പറയാം, കർത്താവേ, എനിക്ക് അങ്ങനെ യേശുവിനെ കിട്ടി, എനിക്ക് അങ്ങനെ ദൈവത്തെ കിട്ടി, അങ്ങനെ ദൈവത്തിന്റെ ഭാഗ്യം, ആ ദൈവത്തിന്റെ
ദൈവത്തിന്റെ പുറകെ സഞ്ചരിക്കുമ്പോൾ അവന്റെ സ്വഭാവം തന്നെ എന്നിലേക്ക് വരും, അവന്റെ രീതി തന്നെ എന്നിലേക്ക് വരും. അവനുമായിട്ട് പൊരുത്തം സഞ്ചരിക്കുന്ന കാലമത്രേ ഞാൻ വിജയം കണ്ടുകൊണ്ടിരിക്കുക. നമ്മുടെ കണ്ണുടയ്ക്കാം, നമ്മുടെ പ്രാർത്ഥിക്കാം.